കേട്ടില്ലേ, എല്ലാ വെറൈറ്റി പ്ലാവുകളും ഇവിടെ ഉണ്ട്. നോക്കിയേ, എല്ലാ വെറൈറ്റി മാവുകളുമുണ്ട്. ഇത് മാത്രമല്ല, വിദേശി സ്വദേശിയുമായിട്ടുള്ള എല്ലാ പ്ലാന്റ്സും നിങ്ങൾക്ക് നിസ്സാര വിലയിൽ ഇനി ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വേണോ അതും തരാം. എല്ലാം വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. തീർച്ചയായിട്ടും ഇത് ഏകദേശം 10 അടിയോളം, എടുത്തു പറയുന്നത് 10 അടിയോളം ഹൈറ്റുള്ള കോട്ടൂർക്കോണ മാവാണ് ഇതിൽ നിൽക്കുന്നത്, ഡ്രമ്മിൽ നിൽക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇതേ പ്രൈസിൽ വാങ്ങാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് കൊണ്ടുപോകാം. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഏതും, ചട്ടിയിൽ കാഴ്ചയ്ക്കുന്ന ഏതും എടുക്കാം, അതും നിസ്സാര വിലയിൽ. ഈ പ്ലാവുകളെല്ലാം ഇതിനകത്ത് ഇത്രയും ഹെൽത്തി പ്ലാന്റുകളാണ് നമ്മൾ ഓടെ 500 രൂപ വില ഇട്ടത് എല്ലാം വിൽക്കുന്നത്. ജബോട്ടിക്കാബ, അത് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് അറിയാം. ഏതൊക്കെയുള്ളത്? എസ്കാർലറ്റും, പ്രിക്കോഷിയും, പിന്നെ ബ്ലങ്കറ്റ്, മറ്റേ ഇത് സബാറയുണ്ട്. ഇത് ഇപ്പൊ ഏതാണ്ട് ഒരു 20 സൈസ് ചട്ടിയില്ല. ഇത് നമുക്കൊരു 5000 റേഞ്ചിൽ ഇത് കൊടുക്കാൻ പറ്റും. 5000 രൂപ. തീർച്ചയായിട്ടും. സൂപ്പർ ക്യൂൻ എന്ന് പറയുന്ന മാവിൽ നല്ലൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇതും വലിയൊരു മരമാണ്, ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ റേറ്റ് നമുക്ക് കൊടുക്കാം. അപ്പോൾ സൂപ്പർ ക്യൂന് ബെങ്ങനപ്പള്ളി ഇരിപ്പുണ്ട്, അമേരിക്കൻ റെഡ് പൾമർ ഉണ്ട്, ജംബോ റെഡ്, അതായത് R2E2 എന്ന് പറയും. അപ്പോൾ മാവിൻ്റെ എല്ലാ വെറൈറ്റികളും നമുക്കിവിടെ കാലാപ്പാടി ഇരിപ്പുണ്ട്, കുളമ്പുണ്ട്, നീലമുണ്ട്, കോട്ടൂർക്കോണമുണ്ട്. അങ്ങനെ നമുക്ക് മാവിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ വെറൈറ്റി ഓൾറെഡി ഡ്രമ്മിൽ സെറ്റ് ചെയ്തത്. നമ്മൾ നഴ്സറി ആവശ്യത്തിനായിട്ട് നമ്മൾ സെറ്റിങ്ങിന് വേണ്ടി വെച്ചേക്കുന്ന ട്രമ്മാണിത്. ഇപ്പോൾ നമുക്കിവിടെ ആൾക്കാർ വന്നിട്ട് ഹെൽത്തി പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഡ്രമ്മിനകത്ത് ഒരു ചെറിയ പ്രൈസ് ഇട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോരുത്. ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്ലാന്റ് കോട്ടൂർക്കോണ മാവാണ് ഈ കാണുന്നത്. ഇതിന് ഇപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 അടി 9 ഇഞ്ചുണ്ട്. ഞാൻ അത് വെച്ച് നോക്കുമ്പോഴേക്കും നോക്കി ഏകദേശം 9 അടിയിൽ കൂടുതൽ ഹൈറ്റുള്ള ഇത്രയും ബുഷായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് വെറും 800 രൂപയാണ് വില. ഇതിനൊരു കാരണമുണ്ട്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു നേഴ്സറി മൊത്തത്തിൽ കാലിയാക്കൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ ഒരിക്കൽ സ്കിപ്പ് ചെയ്ത് പോരുത്. വില ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. മാറി ചിന്തിക്കുന്നെങ്കിൽ ഇപ്പോൾ പറയണം. മാറി ചിന്തയൊന്നുമില്ല. ഇല്ല ഉറപ്പാണ്. എല്ലാം വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. തീർച്ചയായിട്ടും. എന്താണ് ശരിക്കുള്ള കാരണം? കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പൊ ഒരു സ്റ്റൈലാണത്, കട കാലിയാക്കൽ, മൊത്തത്തിൽ വിറ്റഴിക്കുന്നു. അതല്ല, ഇതെന്താ സംഭവം? ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് പോകുന്നു. നമ്മൾ ഈ നഴ്സറി ഓപ്പൺ ചെയ്തിട്ട് ഏതാണ്ട് 12 വർഷത്തോളം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും കരുത്തുള്ള പ്ലാന്റുകളും ഇത്രയും ഹെൽത്തി പ്ലാന്റുകളും വിട്ടിട്ട് പോകാൻ നമുക്കൊരു മടി. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയുമായി താല്പര്യമുള്ളവരും അത് പരിപാലിക്കുന്നവരെയും കൈകളിലെത്തി ഇതൊക്കെ നല്ലതായിട്ട് ഈ പ്ലാന്റുകൾ വരും. കാര്യം നമുക്കറിയാം, നമ്മൾ അതുപോലെ സംരക്ഷിച്ചെടുത്ത പ്ലാന്റുകൾ നമുക്ക് വീഡിയോസ് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഈ പ്ലാവാണെങ്കിലും മാവാണെങ്കിലും എല്ലാ പ്ലാന്റുകളും 100ന് മേളിൽ എക്സോട്ടിക് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഹെൽത്തി പ്ലാന്റുകളാണ്. അത് ട്രമ്മിനകത്ത് ട്രമ്മിനകത്ത് കാഴ്ച നിൽക്കുന്നതുകൊണ്ട് ഇനി ഇത്രയും ഹെൽത്തി പ്ലാന്റുകളുണ്ട് ട്രമ്മിനകത്ത് വേണേൽ സെറ്റ് ചെയ്യുന്നവർക്കും അത്രയും നല്ലതായിരിക്കും, വർഷങ്ങൾ കാത്തിരിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിന്തിച്ചതാണ്. അല്ലെ ഒരിക്കലും ഞാൻ ആ ഒരു തീർച്ചയായിട്ടും വലിയ വിലയൊന്നും ആകാതെ ഇതുപോലുള്ള ഹെൽത്തി വലിയ പ്ലാന്റുകൾ. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു പത്തനംതിട്ട, ഈ കൊല്ലം, ആലപ്പുഴ ഈ ജില്ലകളിൽ കേന്ദ്രീകരിച്ചാണ് വന്നെടുക്കാൻ വളരെ സൗകര്യം. അപ്പോൾ മണ്ണൂത്തിലൊന്നും പോകാതെ തന്നെ മണ്ണൂത്തിൽ അതേ വില, അതിനെക്കാട്ടി വില കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, അങ്ങനെ നോക്കുമ്പോൾ മണ്ണുത്തി എടുക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം. അതിനേക്കാളും വിലക്കുറവിലാണ് ഇപ്പൊ എല്ലാം. അത് നല്ല പ്ലാന്റ്സ് കേട്ടോ, നല്ല പ്ലാന്റ്സ് എല്ലാം കാണിച്ചു തരാം. നല്ല വലിയ പ്ലാന്റ്സ്, നിങ്ങൾക്ക് ചെറുത് തരാം, വലുത് തരാം. നേഴ്സറിയുള്ള മുഴുവൻ പ്ലാന്റ്സും വിറ്റഴിച്ചിട്ടാണ് നമ്മൾ ഈ വരുന്ന പ്ലാന്റുകൾ തീർച്ചയായിട്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വലിയ 20-21 സൈസ് കവറിലാക്കി പ്ലാന്റ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് വളവിട്ട് നമ്മൾ ഓർഗാനിക് ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും കവർ സൈസ് ഒക്കെ വലുതാണ്. ഇവര് മുന്നോട്ട് ഒരുപാട് പോകണം എന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷേ ഇപ്പൊ പെട്ടെന്ന് ഒരു ബ്രേക്ക് വന്നു. അതുകൊണ്ട് ഒരു ബ്രേക്ക് എടുത്തേക്കാന്ന് ചോദിച്ചു. അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനെ ചിന്തിച്ച്. തീർച്ചയായിട്ടും അതിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, ഞങ്ങൾ വിളിച്ചപ്പോഴും പറഞ്ഞത് നേഴ്സറി മൊത്തത്തിൽ ഇതുപോലെ ഒരു ആവശ്യമുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല പ്ലാന്റ്സ് ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഒരുപാട് പേർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഓടി വന്നത് ഇപ്പോൾ വന്നപ്പോഴേക്കും ഏകദേശം എത്ര സമയം? ഒരു 4:30-5 മണി സമയമായി. അതെ, എന്തായാലും ഇത് ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും ഒരുപാട് പ്രയോജനപ്രദമായിരിക്കും. ഇനി നേഴ്സറിക്കാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ഇതിൽ വീഡിയോ പറയുന്നുണ്ട്. വീഡിയോ പറയുന്ന വിലകളെന്ന് പറഞ്ഞാൽ ഓരോ പ്ലാന്റിന്റെ ആയിരിക്കും പറയുന്നത്. അതിപ്പോൾ വന്നെടുക്കാൻ അങ്ങനെയൊക്കെയുള്ള കസ്റ്റമർക്കുള്ള വിലയാണ് പറയുന്നത്. നിങ്ങൾ മൊത്തത്തിൽ വന്ന് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനും താഴെ നല്ല വിലക്കുറവിൽ എല്ലാം വാങ്ങാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും പല കസ്റ്റമറും തീർച്ചയായിട്ടും വീഡിയോ വാച്ച് ചെയ്യുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും വില കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അതിനകത്ത് വ്യത്യാസം കാണും. തീർച്ചയായിട്ടും ഇതൊന്ന് വാച്ച് ചെയ്ത് നോക്കുക, അല്ലെ വന്ന് നോക്കുമ്പോൾ അത് മനസ്സിലാവും ഈ പ്ലാന്റിനെ കുറിച്ച്. അതെ, പിന്നെ ക്യാമറയിൽ എത്രത്തോളം ഇതിന്റെ ഹൈറ്റും കാര്യങ്ങളും മനസ്സിലാവുന്ന അറിയില്ല, എന്നാലും നല്ല പ്ലാന്റ്സ്, നല്ല ഹൈറ്റുള്ള പ്ലാന്റ്സ്, അത് ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും നോക്കാനില്ല, നേരെ എടുക്കുക, കൊണ്ടുപോകാനുള്ള സൗകര്യം മാത്രം ഉണ്ടായാൽ മതി. വിദേശി സ്വദേശിയുള്ള എല്ലാ വെറൈറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് അധികം പോകാത്ത രീതിയിൽ ഞങ്ങൾ കുറച്ച് വെറൈറ്റികൾ പരിചയപ്പെടുത്തി തരാം. നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗനാണ്. ലോഗൻ ഇത്രയും വലിയ ചെടിച്ചട്ടി ഇത് നോക്കിയാൽ ഇതൊക്കെ പൂക്കാൻ തുടങ്ങിയ പ്ലാന്റുകളാണ്, മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ലോഗന്റെ ഒരു 3-4 വെറൈറ്റി ഉണ്ട്. ഇത്രയുള്ള വലിയ പ്ലാന്റുകളാണ്, മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ലോഗന്റെ ഒക്കെ വില ആൾക്കാർക്ക് അറിയാം, ഞാനത് നല്ല വില, അപ്പം പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇത്രയും ഹെൽത്തി, ഇത്രയും കായ്ക്കാറായ ലോഗൻ പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് ഇതൊക്കെ ഒരു 2000 എബോ ആ റേഞ്ച്, 2000 മേളിൽ 2250 ആ റേഞ്ച്. ഇത്രയും വലിയ പ്ലാന്റാണ് ഞാൻ ഈ പറയുന്നത്. കുഞ്ഞു ഇത് കണ്ടോ, നല്ല വലിയ പ്ലാന്റ്, ഇത് കണ്ടോ, എല്ലാം ഇതിനകത്തുണ്ട്, വലിയ പ്ലാന്റുകളുണ്ട്. ഇവിടെ എല്ലാ പ്ലാന്റുകൾ ഇരിക്കുക, ഇവിടെ എല്ലാം പ്ലാന്റാണ്. അപ്പോൾ മാവിൻ്റെ ആണെന്ന് പറഞ്ഞാലും റംബൂട്ടാൻ്റെ വെറൈറ്റികളാണെന്ന് പറഞ്ഞാലും നമുക്ക് നല്ലൊരു കളക്ഷൻസ് ഇവിടെ ഉണ്ട്, മനസ്സിലായി. അപ്പോൾ അതിനകത്ത് ഒന്നും നോക്കേണ്ട കാര്യം, ഇത്രയും ഹെൽത്തി പ്ലാന്റുകളാണ്. ഇത് കണ്ടില്ലേ, അത് വലിയ പ്ലാന്റുകൾ, ഹെൽത്തി വലിയ പ്ലാന്റുകൾ മാത്രമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. അത്രയും ഹെൽത്തി ഞാൻ വളർത്തിയെടുത്തത്, മനസ്സിലായി. ഒരുപാട് കഷ്ടപ്പാട് അതിൻ്റെ പിന്നിലുണ്ട്, പക്ഷേ നമുക്ക് ഡിസ്പോസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതെ. ജബോട്ടിക്കാബ അത് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് അറിയാം, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. ഇത് ജബോട്ടിക്കാബയുടെ ഏതാ വെറൈറ്റി? ഇത് ജബോട്ടിക്കാബയുടെ എസ്കാർലറ്റ് ആണ്. എസ്കാർലറ്റ് ഇപ്പം നമ്മളൊരു 4 വെറൈറ്റി പിന്നെ ജബോട്ടിക്കാബയുടെ ഇവിടെ ഉണ്ട്. ഏതൊക്കെയുള്ളത്? എസ്കാർലറ്റും, പ്രിക്കോഷിയും, പിന്നെ ബ്ലങ്കേട്ട്, മറ്റേ ഇത് സബാറയുണ്ട്. സബാറ ഇച്ചിരി ലേറ്റ് ആവും, സബാറ ലേറ്റ് ആവും. ഇതൊക്കെ നമുക്ക് ഇത് നോക്കിയാൽ നല്ല വെറൈറ്റിയാ. ഈ പറയുന്ന ബാക്കി 3 നല്ല വെറൈറ്റികളാണ്. ഇതൊക്കെ ഒരു 2-2.5 വർഷം കൊണ്ട് നമുക്ക് കായാവും. ഇത് നിലവിൽ കാഴ്ച നിൽപ്പുണ്ട്, ഒരുപാട് കാഴ്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നതല്ല. അപ്പൊ നമ്മളിതെല്ലാം അതുപോലെ പ്ലാന്റ് ചെയ്തെടുത്ത പ്ലാന്റുകൾ, അപ്പുറത്തെല്ലാം പൂക്കാനെല്ലാം തുടങ്ങി. ഇത് ഇപ്പൊ ഇത് നിൽക്കുന്ന ഏതാണ്ട് ഒരു 20 സൈസ് ചട്ടിയില്ല. ഇത് നമുക്കൊരു 5000 റേഞ്ചിൽ ഇത് കൊടുക്കാൻ പറ്റും. 5000 രൂപ തീർച്ചയായിട്ടും ഈ ഒരു 5000 രൂപ റേറ്റിൽ സാധാരണപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റും. ഈ ഒരു 5000 എന്ന് കേൾക്കുമ്പോൾ വില കൂടുതലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്രയും ഹൈറ്റ് ഉള്ളത് നോക്കിയേ, എൻ്റെ കൈ ഇങ്ങനെ എത്തിയാക്കാലും അതിനേക്കാളും മുകളിലാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ബുഷായിട്ട് നിൽക്കുന്ന, അതും നിങ്ങൾ നാളെ വരെ ഈ വീഡിയോ വന്നിട്ട് പിറ്റേ ദിവസം വന്നു കഴിഞ്ഞാൽ കായ് ഉൾപ്പെടെ കാണാൻ പറ്റും. ഇത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് അവസ്ഥ എന്നറിയില്ല, പക്ഷേ ഇപ്പം നിലവിൽ നല്ല കാഴ്ചപ്പോൾ ഞാൻ കായ് ഉൾപ്പെടെ കാണിച്ചു തരാം. അപ്പോൾ നിറയെ കാ പിടിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു പ്ലാന്റ് സാധാരണ എന്ന് പറഞ്ഞാൽ മറ്റു നഴ്സറി ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലാന്റ് വില അന്വേഷിച്ച് നോക്കുക, ഇതിൻ്റെ 3 ഇരട്ടി അതിനേക്കാളും കൂടുതലായിരിക്കും അവർ ചോദിക്കുക. 5000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത്, അതും ഈ ഒരു സൈസ് ചട്ടിയിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഇത് നേരെ വരിക, കൊണ്ടുപോകാനുള്ള സൗകര്യം മാത്രം മതി, നേരെ എടുക്കുക, വീട്ടിൽ കൊണ്ടുവയ്ക്കുക, അത്ര മാത്രമേ ഉള്ളൂ. കാഴ്ചത് അല്ലേ, കാഴ്ച. ഇതിന്റെ ഒരുപാട് പ്ലാന്റുകൾ അവിടെ ചട്ടി, ഇതേ സൈസ് ചട്ടി നിരന്നിരിപ്പുണ്ട്. ഈ 3 വെറൈറ്റി സംഭവങ്ങൾ ഇരിപ്പുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ റേറ്റ് കൊടുക്കാൻ പറ്റും. എല്ലാം കാണിച്ചിരുന്നേ ഉള്ളൂ. ഇത്രയും വലിപ്പമുള്ളത്. ഇനി ഇത് പുറകിലോട്ട് മൊത്തം ഇതിന്റെ പല വെറൈറ്റികളുണ്ട്. അതും ഈ ചട്ടിയുടെ സൈസ് വരുന്നത് ഇതുപോലെ വലിയ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നാൾ ആ ചട്ടി തന്നെ നിൽക്കും. ഇനി അത് ചട്ടി മാറ്റി റീപ്ലാന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് വേണം ട്രമ്മി നമുക്ക് വെക്കാം, അല്ലെങ്കിൽ 24 സൈസ് ചട്ടി റീപ്ലാന്റ് ചെയ്യും. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ വന്നിട്ട് ഇതൊന്ന് റീപ്ലാന്റ് ചെയ്ത് ഞാൻ ചെയ്ത് കൊടുക്കും? തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഡ്രമ്മും എല്ലാം ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ ഡ്രമ്മിലേക്ക് മാറ്റി നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പ്ലാന്റിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. 5000 രൂപയാണ് പ്രൈസ് ഉൾപ്പെടെ പറയുന്നത്. നിങ്ങൾക്ക് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും കമന്റ് ഇടാം, പക്ഷേ അധികം നഷ്ടമില്ലാത്ത രീതിയിൽ അവർക്ക് അത് വിറ്റ് തീർത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ 5000 രൂപ തീർച്ചയായിട്ടും കൊണ്ടുപോകുന്നവർക്ക് കാത്തിരിക്കേണ്ട കാര്യം വരത്തില്ല. ആൾറെഡി ഉണ്ടല്ലോ, ഇരിക്കുന്ന എല്ലാം ക്യാമറ ഒന്ന് എടുത്ത് കട്ട് ചെയ്യണ്ട, മൊത്തം കായ. ക്യാമറ ഒന്ന്, ഇത് ഓൾ സീസൺ, ഇതെല്ലാം സീസൺ നിറച്ച് കായ പിടിച്ചതൊക്കെയാണ്. ഇപ്പൊ അതുപോലെ തന്നെ ഇവിടെയും പൂക്കാൻ തുടങ്ങി. ഇതുണ്ട് ഈ പ്ലാന്റ് നോക്കി എങ്ങനെയുണ്ട്? ഇതുണ്ട്, ഇതെല്ലാം ഓൾറെഡി ഇതെല്ലാം പൂ വിടാൻ തുടങ്ങി. ഇത് കണ്ടില്ലേ, പൂവാണ് ഇതെല്ലാം. അപ്പോൾ ഇതുപോലുള്ള ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ഇരിക്കുന്നത്. ഇത് കണ്ടില്ലേ, എല്ലാം അത് തന്നെ. സാധാരണ ഇതുപോലെ നഴ്സറിക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ നമ്മളിപ്പോൾ കണ്ടതുപോലത്തെ വലിയ പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ അവർ സെയിൽ ചെയ്യില്ല. അത് സെയിൽ ചെയ്യാതെ അത് ഷോ ആയിട്ട് വെച്ചേക്കും. കാരണം ആൾറെഡി കാഴ്ചതാണ്, അത് ഷോ ആയിട്ട് വെച്ചേക്കും. നമ്മൾ എത്ര രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് തരില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇദ്ദേഹം ഒരുപാട് പ്ലാനുമായിട്ട് മുന്നോട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഏതും ചട്ടിയിൽ കാഴ്ചയ്ക്കുന്ന ഏതും എടുക്കാം, അതും നിസ്സാര വിലയിൽ. ഇപ്പം നമ്മൾ തെങ്ങും തൈ നമുക്ക് നോക്കിയാൽ തെങ്ങും തൈയുടെ ഒരു 4 വെറൈറ്റികളും ഇവിടെ ഉണ്ട്. തെങ്ങും തൈ ഇതിപ്പോൾ ഓൾറെഡി ഗംഗാബോണ്ടമാണ്, അതുപോലെ മലേഷ്യൻ കുള്ളൻ ഇവിടെ ഇരിപ്പുണ്ട്, കുറ്റിയാടിയുണ്ട്. കുറ്റിയാടി നമുക്ക് എത്ര സ്റ്റോക്ക് വേണമെങ്കിലും അത്യാവശ്യം നമുക്ക് കൊടുക്കാനായിട്ടുണ്ട്. നമുക്ക് ഇത് എല്ലാ റീസണബിൾ പ്രൈസിലിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഏതൊരു നഴ്സറി പോയിട്ട് മിയാസാക്കി മാവിൻ്റെ വില ചോദിച്ചാലും അവർ പറയുക എന്ന് പറഞ്ഞാൽ 400-500 ആ ഒരു റേഞ്ച് പറയും. ഇനി ഒരു ഡ്രമ്മിൻ്റെ വില അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും 500 രൂപ എന്ന് പറയും. പക്ഷേ ഡ്രമ്മിൽ നിൽക്കുന്ന മിയാസാക്കി മാവാണ് ഇത് ഈ കാണുന്നത്. അതും ഇത്രയും സ്റ്റെമ്മ് വലിപ്പമുള്ള
ഇത്രയും നല്ല ഭംഗിയുള്ള നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഈ ഒരു മിയാസാക്കിക്ക് നമുക്കൊരു 1200 രൂപ റേഞ്ചിൽ കൊടുക്കാം. 1200 ഒരു ഡ്രമ്മിന്റെ വിലയും പോയിട്ട് ചെറിയൊരു അത്ര മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും ഇത്രയും വലുപ്പത്തിലുള്ള ഒരു മിയാസാക്കിയുടെ മാവ് അല്ലേ, ചെടി എന്ന് പറയാൻ പറ്റില്ല, മാവ് നിങ്ങൾക്ക് 1200 രൂപയ്ക്ക് കിട്ടില്ല. വില ഉൾപ്പെടെയാണ് പറയുന്നത്. കൂടുതലും കുറവായാലും നിങ്ങൾ കമന്റ് ഇടാം, ആവശ്യക്കാർ വാങ്ങട്ടെ. അപ്പോൾ ഇതിനകത്ത് ട്രമ്മിനകത്ത് അല്ലെങ്കിൽ പോലും ഇതിന്റെ വേറെ പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ല, കവറിൽ നിൽക്കുന്നുണ്ട്, ഈ ഹൈറ്റ് ഉള്ളതും എല്ലാം ഉണ്ട്, അത്യാവശ്യം ഹൈറ്റുള്ള പ്ലാന്റ് ഉണ്ട്. ഞാനിപ്പോൾ പറയുന്നത് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ, കാരണം എന്ന് പറഞ്ഞാൽ ഇത് വിറ്റഴിക്കൽ മേള ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരു തള്ളിക്കയറ്റം ഉണ്ടാവും. അപ്പോൾ ഈ പ്ലാന്റ് ഇവിടെ വന്നിട്ട് കിട്ടിയില്ല എന്നാരും പറയരുത്. കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോ കണ്ട് നാളെ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്താലും മതി, അല്ലേ, വിളിച്ച് ബുക്ക് ചെയ്താലും മതി, ഹോൾഡ് ചെയ്തേക്കാം. അപ്പം നമുക്ക് മാവിന്റെ വെറൈറ്റി എനിക്കൊരു 10-12 വെറൈറ്റിയോളം ട്രമ്മിൽ അപ്പുറത്ത് സ്റ്റോക്ക് ഉണ്ട്. ഞാൻ ആ കളക്ഷൻ കൂടെ കാണിച്ചു തരാം. ബനാന യെല്ലോ എന്ന് പറയുന്ന മാവിലെ നല്ലൊരു വെറൈറ്റിയാണ്. ദേ ഇതിന്റെ സ്റ്റെമ്മിന്റെ സൈസ് നോക്കിയേ, ദേ കൈ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും അതിനേക്കാളും സൈസ് ഉണ്ട്. അത്രയും വലുപ്പത്തിലുള്ള നല്ലൊരു മരമാണ് ഈ ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ വില അവർ ചോദിക്കുന്നത് പറഞ്ഞാൽ വെറും 2500 രൂപയാണ്. പ്രൈസ് ഒക്കെ ഓക്കെ അല്ലേ? ഇതിന്റെ ഈ വെറൈറ്റി തന്നില്ല, ഒരു 10-15 വെറൈറ്റി മാവോളം നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാം ഈ പ്രൈസിന് കൊടുക്കാൻ പറ്റും. ഈ പ്രൈസിൽ എല്ലാം ഇത് പൂത്തതും കായ്ച്ചതുമായ പ്ലാന്റുകളാണ്. ഇപ്പം മാവിന്റെ സീസൺ അല്ല എങ്കിലും അത്യാവശ്യം ഇപ്പം കായ്ക്കുന്ന വലിയ പ്ലാന്റുകൾ ഈ 2500-5000 എന്നൊക്കെ പറയുമ്പോഴേക്കും ആരും ഞെട്ടേണ്ട കാര്യമില്ല. നമ്മൾ സ്ഥിരമായിട്ട് നഴ്സറി വീഡിയോ ചെയ്യുന്നതാണ്, നമുക്കറിയാം ഓരോ നഴ്സറിക്കാരും എത്രയാണ് വലിയ പ്ലാന്റിന് ഈ ഹൈറ്റ് ഉള്ളത്. കണ്ടോ, അത്രയും ഹൈറ്റ് ഉള്ള നേരത്തെ പറഞ്ഞതിൽ ഒരു എത്ര നമുക്ക് പറയാം, ഒരു 9 അടി മേളിലുണ്ട്, 9 മേളിൽ ഹൈറ്റ് ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും 2500 രൂപ. ഡ്രമ്മിന് മാത്രം കൊടുക്കണം 500 രൂപ. അപ്പോഴാണ് ഈ വെറൈറ്റി അല്ലേ? തീർച്ചയായിട്ടും അത് വില കമ്പയർ ചെയ്യുമ്പോൾ കസ്റ്റമറിന് മനസ്സിലാവും, ആൾക്കാർക്ക് അറിയാം, ഇതിന്റെ വില അറിയാം. ഇനി വേറൊരു കാര്യം പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം എന്നോട് ചോദിച്ചു, കാരണം ഇത് ഞാൻ ഈ വിലയ്ക്ക് കൊടുക്കട്ടെ, ഇത് എനിക്ക് അല്ലേ? തീർച്ചയായിട്ടും ഞാനിപ്പോൾ അരുണിനോട് പറയുന്നത്, പിന്നെ അരുൺ പറയുന്ന വിലയ്ക്ക് കൊടുത്തേക്കാം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് നഷ്ടം ഉണ്ടാകാൻ പാടില്ല. കാരണം ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് നമ്മൾ കയ്യിലുള്ള എല്ലാം നഷ്ടപ്പെടുത്തി ഇനി ഫീൽഡ് വെറുത്ത് പോകാൻ പാടില്ലല്ലോ. നമ്മളിങ്ങനെ സാഹചര്യം ആയതുകൊണ്ട് തീർച്ചയായും എനിക്ക് നമ്മൾ ചിന്തിച്ചത്. അല്ല, ഇത് കാണുന്ന ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ന്യായ വില കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ നേഴ്സ് നടത്തുന്നവർക്കായാലും ഇതൊക്കെ ഷോപ്പ് പീസ് ആയിട്ട് പോലും അവർ ഏത് നേഴ്സറി പോലും കാണാം, ഇതിങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് അതിന്റെ പ്ലാന്റ് തൈ വെച്ച് കഴിഞ്ഞാൽ ആരും വാങ്ങും. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഹെൽത്തി പ്ലാന്റുകൾ ആരും സെയിൽ ചെയ്യാറില്ല, ഒരു നഴ്സറിക്കാരും കൊടുക്കാറില്ല. ഓരോരുത്തർ ചോദിക്കുന്ന വില കൊടുക്കാന്ന് പറയും, പലയിടത്തും ചോദിക്കുന്നുണ്ട്, നമുക്കറിയാം, നമ്മൾ ചാനൽ വരെ ചോദിക്കുന്നുണ്ട്. അവർ ആ പ്ലാന്റ് ചോദിച്ചു. ഇതിനു മുമ്പ് നമ്മൾ വീഡിയോയിൽ കാണിച്ച മരമുന്തിരി ഞാൻ പ്രൈസ് ഒരിടത്ത് ചോദിച്ചപ്പം 10,000 മേളിലാണ്. അത് കാരണം എന്താ അറിയാം, അവർക്കറിയാം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഷോയ്ക്ക് ഉപയോഗിക്കും, നമ്മുടെ നേഴ്സറി പരസ്യം പോലെ ഉപയോഗിക്കും, അതിനവർ ഒരു നല്ലൊരു വിലയും ചോദിക്കും. നമ്മളിപ്പോൾ കൊടുക്കുന്ന എത്ര രൂപയ്ക്ക് നമ്മളത് ഞാൻ പറഞ്ഞില്ല, അതിന്റെ പകുതി വില പോലും ഞാൻ ഇടുന്നില്ല. കാര്യം അത് കൊണ്ടുവരുന്നത് പ്രയോജനപ്പെടണം. തീർച്ചയായിട്ടും നമ്മളിങ്ങനെ സാഹചര്യം ആയതുകൊണ്ട് മാത്രം നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾ ചിന്തിക്കത്തില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില 2500 കേട്ടോ. എല്ലാം പറഞ്ഞാണ് പോകുന്നത്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നാളെ ഇവിടെ വന്നാലും ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. സൂപ്പർ ക്യൂൻ എന്ന് പറയുന്ന മാവിൽ നല്ലൊരു വെറൈറ്റിയാണ് ഇത് ഈ കാണുന്നത്. ഇതും വലിയൊരു മരമാണ്, ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ റേറ്റ് നമുക്ക് കൊടുക്കാൻ 2500. സൂപ്പർ ക്യൂന് ബെങ്ങനപ്പള്ളി ഇരിപ്പുണ്ട്, അമേരിക്കൻ റെഡ് പൾമർ ഉണ്ട്, ജംബോ റെഡ്, അതായത് R2E2 എന്ന് പറയും. അപ്പോൾ മാവിൻ്റെ എല്ലാ വെറൈറ്റികളും നമുക്കിവിടെ ഉണ്ട്. കാലാപ്പാടി ഇരിപ്പുണ്ട്, കുളമ്പുണ്ട്, നീലമുണ്ട്, കോട്ടർക്കോണമുണ്ട്. അങ്ങനെ നമുക്ക് മാവിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ വെറൈറ്റി ഓൾറെഡി ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് ഇനി കവറിൽ സെറ്റ് ചെയ്യണേ അതുകൊണ്ട് കവറിനകത്താണ് ഇതിനെക്കാട്ടി ഹെൽത്തി പ്ലാന്റുകൾ ഇതുപോലെ തന്നെയുള്ള ഇരിപ്പുണ്ട്. നല്ല ഹൈറ്റുള്ള ഏതാണ്ട് ഒരു 9 അടി മേളിൽ ഹൈറ്റുള്ള നല്ല പ്ലാന്റുകൾ ഇരിപ്പുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ പകുതി റേറ്റ് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ വാങ്ങിയില്ലെങ്കിൽ പോലും വന്ന് ഈ നേഴ്സറിയുടെ പ്ലാന്റുകളുടെ ക്വാളിറ്റി ഒന്ന് നേരിട്ടൊന്ന് കാണുക. കണ്ടതിന് ശേഷം വിലയും ന്യായമാണെന്ന് നോക്കുക. എന്നാൽ തീർച്ചയായിട്ടും വാങ്ങാൻ നല്ലൊരു അവസരമാണ് ഒരുപാട് പേർക്ക്, അല്ലേ? ഒരുപാട് പേർക്ക്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലുള്ള ഒരു ഹെൽത്തി പ്ലാന്റുകൾ മേടിക്കണത് തീർച്ചയായിട്ടും മറ്റുള്ള കുറേ ദൂരം ഓടിപ്പോകണം ആൾക്കാർ. ഇപ്പോൾ ഈ 3 ജില്ല ഞാൻ വില എടുത്ത് പറഞ്ഞ് ആരെയും പേരെടുത്ത് പറഞ്ഞു ആരെയും ദ്രോഹിക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ എനിക്കറിയാം, ഇതിൻ്റെ വിലകൾ അറിയാം. ഈ നമ്മുടെ ചാനൽ എന്നെ ഞാനൊന്നും ഒന്നുമല്ല കേട്ടോ, എന്നെക്കാളും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ കാണുന്നത്, കൃഷിയെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ ചാനൽ കാണുന്നത്. അവർക്കറിയാം ഇതിൻ്റെയൊക്കെ വിലകൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്ന വിലകൾ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, കുറവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യട്ടെ. അവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തു. ന്യായ വില എന്ന് വിചാരിച്ചിട്ടാണ് ഈ വിലയൊക്കെ ഇടുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഒരു ഓവർ റേറ്റ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല. എല്ലാം കസ്റ്റമർ ഇത് കാണുന്നവരെല്ലാം 100 ചാനലുകളും അതുപോലുള്ളൊരു വാച്ച് ചെയ്തിട്ട് തീർച്ചയായും ആൾക്കാർക്ക് നമുക്ക് അറിയാം, പണ്ടത്തെ ഇതില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഓവർ വിലയോ ഒരിക്കലും ഞാൻ ഇതിനിടത്തില്ല. ഇത് വിറ്റഴിക്കുന്ന ആ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ഞാനൊരു 3000 മേളിൽ ഇത് വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിലേക്ക് ഞാനത് കുറച്ച് ഡിസ്പോസ് ചെയ്യാന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്തത്.
ഇത് ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുള്ള കാലാപ്പാടി മാവാണ്. ദേ ഇത്രയും വലിയ ബുഷായിട്ട് നല്ല പ്ലാന്റ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതും ആ പ്രൈസ് തന്നെ നിങ്ങൾക്ക് വാങ്ങാം. ഇത് കുളമ്പ് മാവ് അല്ലേ, ഏറ്റവും നല്ല നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഏറ്റവും നന്നായിട്ട് കായ്ക്കുന്ന കുളമ്പ് നല്ല മാവ്. അതെ അതെ. ഇത് ഏകദേശം 10 അടിയോളം എടുത്തു പറയുന്നത് 10 അടിയോളം ഹൈറ്റുള്ള കോട്ടൂർക്കുളം മാവാണ് ഇതിൽ നിൽക്കുന്നത്, ഡ്രമ്മിൽ നിൽക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇതേ പ്രൈസിൽ വാങ്ങാൻ വേണ്ടി സാധിക്കും. വെറും 2500 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് കൊണ്ടുപോകാം. ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുള്ള മൽഗോവ മാവ് ഏകദേശം 8 അടിക്ക് മുകളിൽ ഹൈറ്റുള്ള ഇത്രയും നല്ല തൈകളാണ്. ഇതും ആ പ്രൈസിൽ വെറും 2500 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാം. ഇത് ഓൾറെഡി നൈജീരിയൻ പൈനാപ്പിളാണ്. നേരത്തെ നമ്മൾ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഈ ചക്കകൾ ഒരുപാട് പഴുത്ത് നമ്മുടെ ഇവിടെ ഉണ്ട്. ഓൾറെഡി നമ്മളിതിൻ്റെ വിളവെടുപ്പാണ് ഇപ്പോൾ ഈ സമയം. അത്യാവശ്യം ഇതിനകത്ത് ഹെൽത്തി പ്ലാന്റുകൾ, ചെറിയ തൈകൾ നമുക്ക് ഓൾറെഡി കൊടുക്കാനുണ്ട്. അത്യാവശ്യം നമുക്ക് കൊടുക്കാനുണ്ട്. ഇത് ഓൾറെഡി നല്ല പഴുത്താണ്. നമുക്ക് മറ്റുള്ള പൈനാപ്പിളിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്, നല്ല മധുരമാണ്. ഇത് ആവറേജ് ഒരു 4 കിലോയോളം വരുന്നുണ്ട്, തൂക്കം വരുന്നുണ്ട്. ഞാനിത് ഇന്നലെ ഓൾറെഡി തൂക്കിയിരുന്നു. ഇന്നലെ ഓൾറെഡി ചക്ക സെയിൽ ചെയ്ത് വരുന്നു. ആവറേജ് ഒരു 4 കിലോ ഇതിന് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് കൊടുക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി ഈ പ്ലാന്റുകൾക്കെല്ലാം യൂസ് ചെയ്യുന്ന വളമാണ് ഇത്. വളത്തിൻ്റെ സ്റ്റോറായത്. അപ്പോൾ നമ്മൾ ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളമാണ്. അപ്പം നമ്മൾ ഓർഗാനിക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വളങ്ങളെല്ലാം നമുക്ക് ആവറേജ് 10% ഡിസ്കൗണ്ട് ഇട്ട് നമ്മൾ തരാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഹെൽത്തി ഉള്ള പ്ലാന്റുകൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് വളങ്ങളും ഇതിനകത്തുണ്ട്. എല്ലാ ലിക്വിഡ് വളങ്ങളും ഗ്രാനൂൾസ് ആയിട്ടുള്ള വളങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ആൾക്കാർക്കറിയാം ഓൾറെഡി. പിന്നെ ഓർഗാനിക്കാണ്. ഗ്രീൻ പ്ലാനറ്റിൻ്റെ കംപ്ലീറ്റ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്കിത് ഓൾറെഡി പിന്നെ ചാമ്പയുടെ എല്ലാ വെറൈറ്റികളും നമ്മുടെ കയ്യിലുണ്ട്. ചാമ്പയുടെ ഇപ്പോൾ നമ്മൾ നേരത്തെ പോലെ ചാമ്പയുടെ ഒരു 6-7 വെറൈറ്റി ഇവിടെ ഉണ്ട്. ചെറു പ്ലാന്റുകൾ മുതൽ ഈ രീതിയിൽ അല്ലേ, ഇപ്പം ബെല്ല്, ബാലി, ഡൽഹരി, ഉമ്മർ, അങ്ങനെ ചാമ്പയുടെ നല്ല ക്വാളിറ്റിയുള്ള ചെറിയ തൈകൾ മുതൽ ഏതാണ്ട് ഈ ഹൈറ്റുള്ള ഹെൽത്തി നല്ല പ്ലാന്റുകൾ ഓൾറെഡി നമുക്കിവിടെ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല സൈസ് കവറിലാണ് ഇതിനകത്തിരിക്കുന്നത്. ഇപ്പോൾ ആൾക്കാർക്ക് കൊണ്ടുപോകുന്നവർക്ക് ഇപ്പോൾ ട്രമ്മിലോട്ട് അങ്ങ് മാറ്റിയാൽ മതി. ഇപ്പം ഈ വരുന്ന സീസൺ ഇപ്പം ഒരു 3-4 മാസത്തിനുള്ളിൽ അത് പോവാം. അപ്പം തീർച്ചയായിട്ടും അത് വർഷങ്ങൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. അത്ര ഹെൽത്തി പ്ലാന്റുകൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇത് വലിയ പ്ലാന്റുകളായിരിക്കും. ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് റീസണബിൾ പ്രൈസിലിട്ട് 300 രൂപ മുതലാണ് പ്ലാന്റ്സ് നമ്മൾ വില പ്ലാൻ ചെയ്തത് അല്ലേ? 300 രൂപ മുതലാണ് മുകളിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയുള്ള ഹെൽത്തി പ്ലാന്റുകൾ വരുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. ഓക്കെ. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഏത് ടൈപ്പ് നിങ്ങൾക്ക് എടുക്കാം. ചെറു പ്ലാന്റുകൾ മുതൽ അവൈലബിൾ ആണ്. വന്നിട്ട് വിലയെല്ലാം നോക്കി സംസാരിച്ച് ഒന്നും കടുപ്പെടുത്തില്ല കേട്ടോ, ഒന്നും കടുപ്പെടുത്തില്ല. ആ സമയമല്ലത്. അപ്പോൾ അതുകൊണ്ട് കടുപ്പെടുത്തൊന്നും ഉണ്ടാവില്ല. അതുപോലെ ബറാബ ഫ്രൂട്ടിന്റെ വലിയ പ്ലാന്റുകൾ ഡ്രമ്മിൽ നിൽക്കുന്ന ബറാബ ഫ്രൂട്ടിന്റെ പ്ലാന്റുകൾ, അതുപോലെ തന്നെ അതിന്റെ നല്ല ഹെൽത്തി പ്ലാന്റുകൾ അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ ഓറഞ്ചിൻ്റെ മുസമ്പിയുടെയാന്ന് പറഞ്ഞാൽ നമുക്ക് ഓറഞ്ചിൻ്റെയും മുസമ്പിയുടെയും പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഓറഞ്ച്, മുസമ്പി, നല്ല എല്ലാം ഹെൽത്തി പ്ലാന്റുകൾ, കായ്ച്ചു നിൽക്കുന്നതായ മുസമ്പിയുടെ ഓറഞ്ചിൻ്റെ പ്ലാന്റുകളുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കവറിലോ പിന്നെ ട്രമ്മിലോ അങ്ങ് പ്ലാന്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് അധികം കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വലിയ ഇത് വരുന്നതല്ല. അപ്പം അതാണ്ട് ഇപ്പം തന്നെ ആൾറെഡി കായ്ച്ചിട്ടുണ്ട്. വലിയ ഇതുമാണ്, പോട്ട് സൈസും വലുതാണ്. അതെ, ഇത് കണ്ടില്ലേ, ഇതെല്ലാം പൂ വിടുന്ന പ്ലാന്റുകൾ, ഇതെല്ലാം പൂവുണ്ട്. ഇതിന് ചെറിയ പൂക്കൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ നേരെ ഞങ്ങൾ റീപ്ലാന്റ് ചെയ്താൽ മതി. മനസ്സിലായി. അപ്പോൾ നല്ല കണ്ടില്ല, നല്ല ഹെൽത്തി പ്ലാന്റുകളായിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ്. ഇപ്പോൾ റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കുമ്പോൾ മനസ്സിലാകും കംപ്ലീറ്റ് പൂവാണ്. കംപ്ലീറ്റ് പൂത്ത് നിൽക്കുവാണ്, നിറച്ച് പൂവാണ്. ഇതിൻ്റെ അത്യാവശ്യം നമുക്ക് ചെറിയ പ്ലാന്റ് മുതൽ ഈ സൈസായ പ്ലാന്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് പറയുവാണെങ്കിൽ സപ്പോർട്ടാടെയൊക്കെ ചെറിയ പ്ലാന്റുകൾ, സപ്പോർട്ടയുടെ ചെറിയ പ്ലാന്റുകൾ ഇവിടെ ഇരിപ്പുണ്ട്. സപ്പോർട്ടായി നമ്മൾ പറയുവാണെങ്കിൽ ഒരു 4-5 വെറൈറ്റി സപ്പോർട്ട എൻ്റെ കയ്യിലുണ്ട്. ഇതുള്ള വേരിഗേറ്റഡ് സപ്പോർട്ട വരുന്നുണ്ട്, റെഡ് സപ്പോർട്ട വരുന്നുണ്ട്, ബനാന സപ്പോർട്ട വരുന്നുണ്ട്, നമുക്ക് സാധാ സപ്പോർട്ട, അവർ 4-5 വെറൈറ്റി സപ്പോർട്ട നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി നല്ല പ്ലാന്റുകൾ. ഇതെല്ലാം നമ്മൾ കവർ ചേഞ്ച് ചെയ്ത് വെച്ചേക്കുക. മനസ്സിലാകുന്നുണ്ട്. അടുത്ത സ്റ്റേജിലേക്ക് മാറ്റി നമ്മൾ കവർ ചേഞ്ച് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഞാവലിൻ്റെ വെറൈറ്റികൾ, ഞാവലിൻ്റെ 4 വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഒരു 4-5 വെറൈറ്റിയോളം ഉണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ജബോട്ടിക്കാവയുടെ കാര്യം നമ്മൾ പറഞ്ഞു, മരമുന്തിരിയുടെ. അപ്പോൾ മരമുന്തിരിയുടെ ചെറിയ പ്ലാന്റുകൾ മുതൽ കംപ്ലീറ്റ് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. ചെറിയ പ്ലാന്റുകൾ മുതൽ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മട്ടോവാട പ്ലാന്റുകൾ. അപ്പോൾ മൽബറിയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നമുക്ക് ഓൾറെഡി ഞാനുള്ള നമ്മുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ തറയിൽ വെച്ചിട്ടുണ്ട്. അത് ഓൾറെഡി കായ്ച്ചു നിൽക്കുകയാണ്. അത് കാണുമ്പോൾ മനസ്സിലായതുകൊണ്ട് മൽബറിയുടെ ഹെൽത്തി പ്ലാന്റ് മൊത്തം മൽബറിയാണ്. ഇത് കണ്ടില്ലേ, മൊത്തം മൽബറിയാണ്. അത് നമ്മൾ വൃത്തിയായിട്ട് ഇത് പ്രൂൺ ചെയ്ത് നിർത്തിയാണ്. അത് നോക്കുമ്പോൾ മനസ്സിലാകും കംപ്ലീറ്റ് മൽബറി. ഇത് കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ നല്ല നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തായ നല്ല പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് നിറച്ചുണ്ടല്ലോ അല്ലേ? ഇത് നിറച്ച് നിൽക്കുകയാണ്, മൊത്തം നിൽക്കുകയാണ്. ഇതിന് മസ്റ്റാണ്, ഒരു പ്രൂണിങ് എന്ന് പറഞ്ഞ മസ്റ്റാണ്. പ്രൂൺ ചെയ്താൽ എപ്പോഴും സീസൺ ഇല്ലാതെ എപ്പോഴും നല്ല ഭംഗിയായിട്ട് നിറച്ച് എപ്പോഴും മൽബറി ഇതേ കാണും.
ഓക്കെ, ഇതൊന്ന് ഡ്രമ്മിൽ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കിട്ടിയാൽ. അതുപോലെ തന്നെ നിലത്തായി പോയത്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പേരയുടെ ഒരു 15 വെറൈറ്റി ഞാൻ ഈ പറമ്പ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിലത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർക്കാക്കരനാണ്. അർക്കാക്കരൻ പേരയാണ്. അതുപോലെ തന്നെ തായ് 7, തായ് 5, ജപ്പാൻ പേര, അങ്ങനെ പേരയുടെ എല്ലാ വെറൈറ്റികളും ഒരു 15-17 വെറൈറ്റി പേരകളോളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സിന് തീർച്ചയായിട്ടും നമുക്ക് പുറത്തെങ്ങും പോകണ്ട, എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാ സാധനങ്ങളും നമുക്ക് ഈ പറമ്പിൽ കാണും. ഇത് കണ്ടില്ലേ, ഇതൊക്കെ തായ് 7 ആണ്. ഞാൻ മറ്റൊന്നും പറയുമല്ല, തായ് 7ഉം അർക്കാക്കരനൊക്കെ നല്ല പേരയാണ്. നല്ല അത്യാവശ്യം വലിയ അരിയില്ല. ഇതിൻ്റെ എല്ലാം നമുക്ക് കുഞ്ഞൻ പ്ലാന്റുകൾ, നല്ല പ്ലാന്റുകൾ, ഒരു 175 രൂപ മുതലുള്ള ഹെൽത്തി നല്ല പ്ലാന്റുകൾ നമുക്ക് ഇവിടെ സെയിലിനായിട്ടുണ്ട്. വളർച്ചയൊക്കെ കാണണമെങ്കിൽ അതിനുള്ള പ്ലാന്റ് ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, ഞാൻ ഓൾറെഡി ഞങ്ങൾ ആ ഓർഗാനിക് വളമാണ് നമ്മളിത് ചെയ്ത്. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ആ വളത്തിൻ്റെ ഒരു ഇതുണ്ട്, കരുത്തുണ്ട്. നമ്മളൊരിക്കലും നമ്മളൊരു രാസവളം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഓർഗാനിക് വളങ്ങളാണ് 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ആ വളങ്ങളെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടം പോലെ അതിന് സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ആവശ്യം അനുസരിച്ച് അതിൻ്റെ വളങ്ങൾ നമ്മൾ വേണേൽ കൊറിയറിൽ നമുക്ക് അയക്കാൻ പറ്റും. കൊറിയർ അയക്കാൻ പറ്റും. വളങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ, കൊറിയർ നമുക്ക് അയക്കാൻ പറ്റും. ഇതിപ്പോൾ ഓൾറെഡി നമ്മുടെ ബേറാപ്പിളാണ്. ഇപ്പോൾ ബേറാപ്പിളിൻ്റെ 2 ടൈപ്പ് ഉണ്ട്. മിസിഡിയായി നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഗ്രീൻ ആപ്പിളാണ്, ബേറാപ്പിൾ എന്ന് പറയും. ഇപ്പോൾ ഇത് ഇത്രയും നിൽക്കുന്നുണ്ടല്ലേ, ഇതിനകത്തൊരു 100 കണക്കിന് 100 കണക്കിന് കാകൾ ഇതിനകത്തുണ്ട്. ഇത് നമ്മൾ സെയിലിനായിട്ടുള്ളതാണ്. അത്യാവശ്യം നേരത്തെ വരുന്നവർക്ക് ഇത് കൊണ്ടുപോകാം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം സ്റ്റോക്ക് ഇതില്ല. തീർച്ചയായിട്ടും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. പിന്നെ നമുക്ക് ചെറിയ പ്ലാന്റുകൾ, നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമ്മുടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റെയിൻ ഫോറസ്റ്റ് പ്ലം, ഇതെല്ലാം പൂത്ത പ്ലാന്റുകൾ. മുമ്പ് ഞാൻ കാണിച്ചിരുന്നു. ഇതെല്ലാം പൂത്ത പ്ലാന്റുകളാണ്. ഇത് കണ്ടില്ലേ, നമ്മളിപ്പം പ്ലാവിൻ്റെ നമ്മൾ വെറൈറ്റി നമ്മൾ പ്ലാവിൻ്റെ കാണിച്ചിട്ടില്ല. ഇത് ഓൾറെഡി ഡെങ്സൂരിയാണ്, റെഡ് ജാക്ക്. അപ്പം പ്ലാവിൽ ഏറ്റവും സൂപ്പർ ഡെങ്സൂരിയ ആണ്. പിന്നെ നമ്മൾ വിയന്ന സൂപ്പർ എർലിയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. വിയന്ന സൂപ്പർ എർലി ഓൾ സീസൺ ആണ്. അത് ഡെങ്സൂരിയ ഓൾ സീസൺ അല്ല, എങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ഡെങ്സൂരിയ. ഇപ്പോൾ നമ്മൾ ഈ ചക്കയുടെ അകം നല്ല ചുവപ്പാണ്. നമ്മളിപ്പം വിയന്ന സൂപ്പർ എർലി പോലെ തന്നെ അതിനെക്കാട്ടി ടേസ്റ്റുള്ള ഒരു ഇനമാണ്. ഇപ്പോൾ ആവറേജ് ഇതൊരു 2.5-3 വർഷമായി. 3 വർഷം കൊണ്ട് നല്ല ചക്ക വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണുന്നില്ല, മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെറുതും വലുതുമായ എല്ലാ പ്ലാന്റുകളും നമ്മളിവിടെ ഓൾറെഡി ഉണ്ട്. നമുക്കൊരു 8-9 വെറൈറ്റിയോളം പ്ലാവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതിപ്പോൾ നമുക്ക് റംബുട്ടാൻ്റെ എല്ലാ വെറൈറ്റികളും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം NAT ആണെന്ന് പറഞ്ഞാലും, സീസറാന്ന് പറഞ്ഞാലും, സ്കൂൾ ബോയ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് റംബുട്ടാൻ്റെ തന്നെ നല്ല ശേഖരം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ചെറുതും വലുതുമായ ഇപ്പോൾ ഹെൽത്തി പ്ലാന്റുകൾ, ഇപ്പോൾ അടുത്ത വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഓൾറെഡി ബ്ലാക്ക് സപ്പോട്ടയാണ്. ബ്ലാക്ക് സപ്പോട്ട ഇവിടെ അടുത്തെങ്ങും ഇല്ല. ഇത് ഓൾറെഡി കായ്ക്കാൻ തുടങ്ങിയ പ്ലാന്റുകളാണ്. ഒന്ന് പൂത്തിരുന്നു. ഓക്കെ, ഇതിൻ്റെ അത്യാവശ്യം നല്ല പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതിപ്പോൾ നമ്മൾ റെയിൻ ഫോറസ്റ്റ് പ്ലമ്മ്, നമുക്ക് പ്ലമ്മിൻ്റെ എല്ലാ വെറൈറ്റികളും നമ്മളുണ്ട്. പേരയുടെ എന്ന് പറഞ്ഞാൽ ഒത്തിരി വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് കണ്ടില്ലേ ഇരിക്കുന്ന പേരയുടെ തായ് 7, തായ് 5, അർക്കാക്കരണ്, അങ്ങനെ പേരയുടെ എല്ലാ വെറൈറ്റികളും നമ്മളിൽ ഓൾറെഡി സെയിലിനായിട്ടുണ്ട്. നമുക്ക് ഇത് കണ്ടില്ലേ, ഈ കാണുന്ന നമ്മൾ ഓൾറെഡി തേൻവരിക്കയാണ്. ഇതുകൊണ്ട് ഒരു 4 വർഷം ഒക്കെ നിറച്ച് ചക്കയുണ്ട്. കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷങ്ങളിലൊന്നും ചക്ക തീരെ കുറവായിരുന്നു. പക്ഷേങ്കിൽ നമ്മളെ ഓർഗാനിക് വളം ഞങ്ങൾ ഇതിനകത്ത് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇത്രയും ചക്കകൾ. ഇപ്പം ഞങ്ങളൊരു 10-20 ചക്ക ഇതിലെ പറിച്ചു കഴിയും. ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് ചക്കകളാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റും കേട്ടോ. നമ്മൾ തേൻവരിക്ക നല്ല ടേസ്റ്റാണ്. അത് കണ്ടില്ലേ, പുലാസാനൊക്കെ നമുക്ക് കായ്ച്ച് നിൽക്കുന്ന പ്ലാന്റുകൾ. ഇത് കണ്ടില്ലേ, പുലാസാൻ നമുക്ക് റംബുട്ടാൻ പോലെ തന്നെ ഒന്നും ഇതിനകത്ത് കളയാനില്ല. നല്ല ഇത് കണ്ടില്ലേ, പുലാസാൻ നല്ല ഇതാണ്. ഇതിപ്പോൾ ഒരു പുലാസാനൊക്കെ നമുക്ക് 2-3 വർഷം കൊണ്ട് കായ്ക്കും പുലാസാൻ. ഇത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നത് പേരയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ വെറൈറ്റികളും പേരയുടെ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മളിത് കവർ മാറ്റി വെച്ച് നമ്മൾ തീർച്ചയായിട്ടും വളം ചെയ്ത അതിൻ്റെ ഒരു ഗുണമാണ് ഈ കാണുന്നത്. നമുക്ക് ഈ ഹൈറ്റിൽ തന്നെ കണ്ടില്ലേ, നമുക്കെല്ലാം കായ്ച്ച് നിൽക്കുന്ന പേരകളാണ്. ഈ പേരയുടെ എല്ലാ വെറൈറ്റികളും നമ്മുടെ കയ്യിലുണ്ട്. ഇത് കണ്ട് എല്ലാം ഓൾറെഡി പഴുക്കാൻ തുടങ്ങി. ഇതൊക്കെ നമ്മൾ ശരിക്കും ഡ്രമ്മിലോട്ടൊന്ന് മാറ്റി വെച്ചാൽ ഒരു നല്ല ഗ്രോത്തിൽ ഇത് വളരുമെന്നുള്ള ഇത് കംപ്ലീറ്റ് പേരയ്ക്കായി തുടങ്ങി. ഇപ്പോൾ ഇത് പേരയുടെ ഒരു സെക്ഷൻ തന്നെ ആയിരിക്കുന്നത്. കുറേ സ്റ്റോക്ക് അപ്പുറത്തും ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് അർക്കാക്കരനും തായ് വാൻ പിങ്കും തായ് 7ഉം എല്ലാം ഓൾറെഡി നമ്മൾ പേരയെല്ലാം കംപ്ലീറ്റ് നമ്മുടെ ഇരിപ്പുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഇത് അബിയുമാണ്. അപ്പോൾ അബിയുടെ പിന്നെ നമ്മുടെ ജൈൻ്റ് അബിയുമാണ് ഇത്. ഇപ്പോൾ അതിൻ്റെ ഉള്ള ഹെൽത്തി പ്ലാന്റുകളും വലിയ പ്ലാന്റുകളും നമ്മുടെ കയ്യിലുണ്ട്. തൈകളാണെന്ന് പറഞ്ഞാൽ ഒരുപാട് തൈകൾ നമ്മുടെ ഹെൽത്തി നല്ല പ്ലാന്റുകൾ ഇരിപ്പുണ്ട്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റും. ഇപ്പോൾ ആൾക്കാർക്ക് ഡ്രമ്മിലൊക്കെ വെക്കണമെങ്കിൽ ഈ ഹെൽത്തി പ്ലാന്റ് വലിയ പ്ലാന്റ് കൊണ്ട് വെച്ചാൽ മതി. അതിന് ടൈം നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ സീഡ് ലൂബി കണ്ടില്ലേ, സീഡ് ലൂബി ഓൾറെഡി കായ്ച്ച് കിടക്കുന്ന സീഡ് ലൂബിയാണ്. ഇത് കണ്ടില്ലേ, സീഡ് ലൂബി ഫുൾ കായാണ്. നമ്മളിത് ഓൾറെഡി 20 സൈസ് ചട്ടി വെച്ചേക്കുക, ഫുൾ കായാണ്. നമുക്ക് ഒരു മുന്തിരിങ്ങ പറിച്ച് തിന്നുന്ന പോലെ
നമുക്കിത് പറിച്ച് അപ്പോൾ ആൾക്കാർക്ക് അറിയാം, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല, ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാം. ഇതിപ്പോൾ വലിയൊരു നമ്മൾ ചട്ടിയിലല്ലേ, ഇതുപോലെ തന്നെ നല്ല പ്ലാന്റുകൾ നമുക്ക് വേറെ ഇവിടെ ഇരിപ്പുണ്ട് പല സൈസിൽ. അതുപോലെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാവിൻ്റെ വെറൈറ്റികൾ, പ്ലാവിൻ്റെ നല്ല വെറൈറ്റികൾ. ഇതിപ്പോൾ നമ്മൾ പിന്നെ ഞാൻ പ്ലാവിൻ്റെ മുമ്പേ കാര്യം പറഞ്ഞത്, ഇപ്പോൾ പ്ലാവിൻ്റെ ഇപ്പോൾ ഏതാണ്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലായി 20-21 സൈസ് കവറിലായിരിക്കുന്നത്. ഇതുപോലുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളായിരിക്കും. ഇതിനകത്ത് വിയറ്റ്നാം എയർലി ഉണ്ട്, വിയറ്റ്നാം റെഡ് ഉണ്ട്, ഡാങ്സൂരിയ ഉണ്ട്, പിന്നെ ഈ നമ്മുടെ J33 ഉണ്ട്. ഈ പ്ലാവുകളെല്ലാം ഇതിനകത്ത് ഇത്രയും ഹെൽത്തി പ്ലാന്റുകളാണ് നമ്മൾ ഓടെ 500 രൂപ വില ഇട്ടത് എല്ലാം വിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് നല്ല ഹൈറ്റുള്ള പ്ലാന്റുകൾ, ഏതാണ്ട് എൻ്റെ പൊക്കമുള്ള ഹൈറ്റ് ഉള്ള പ്ലാന്റുകൾ, ഇതെല്ലാം വിയറ്റ്നാം സൂപ്പർ എയർലി ആയിരിക്കുന്നത്. ഇപ്പോൾ ഈ സീസണിൽ തന്നെ ചക്ക വീഴുന്നതായ പ്ലാന്റുകൾ. അപ്പോൾ ഇതൊന്നും നമ്മൾ കൊണ്ടുവച്ചാൽ അധികം ടൈം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകത്തില്ല. തീർച്ചയായിട്ടും അതുപോലെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നമ്മൾ തരുന്നത്. ഏതെടുത്താലും ഒറ്റ വില. ഇത്രയും നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമ്മൾ ഞാൻ ഈ പറഞ്ഞ പ്രൈസിൽ വിൽക്കും. ഈ ഒരു ഹൈറ്റുള്ള പ്ലാന്റുകൾ 500 രൂപ. തീർച്ചയായിട്ടും 500 രൂപ. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്നവർക്ക് എടുത്ത് പറയുന്നത് ആദ്യം വരുന്നവർക്ക് ഇപ്പോൾ കാണിച്ചതുപോലെ അകത്തോട്ടൊക്കെ വലിയ പ്ലാന്റ്, ഇതിപ്പോൾ ഒരു സെക്ഷനാണ് കാണിച്ചത്, അകത്ത് വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഇതിൻ്റെയൊക്കെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല ഹൈറ്റ് ആണ്. ഇത് നോക്കി കണ്ടോ, ഇത്രയും ഹൈറ്റുള്ള നല്ല പ്ലാന്റുകളാണ്. കട കണ്ടില്ലേ, നല്ല പ്ലാന്റ്സ് ഹൈറ്റ് നോക്കേണ്ട. ആദ്യം വരുന്നവർക്ക് ഏതെടുത്താലും ഇതിനകത്തിരിക്കുന്ന ഏതെടുത്താലും 500 രൂപ. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കും തീർച്ചയായിട്ടും ഈ നഴ്സറി വിസിറ്റ് ചെയ്യാം. ഈ കാണുന്ന സെക്ഷൻ അധികമൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഈ കാണുന്ന സെക്ഷൻ മുഴുവൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം കുറേ ഇൻഡോർ പ്ലാന്റ്സുകളും ഉണ്ട്, അകത്തുണ്ട് കുറേ ഇൻഡോർ പ്ലാന്റ്സുകളും ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു റീസണബിൾ പ്രൈസിലിട്ട് നമുക്ക് കൊടുക്കാം അല്ലേ, എല്ലാം കൊടുക്കാം. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരും തീർച്ചയായിട്ടും വിളിക്കുക, അല്ലെങ്കിൽ നേരിട്ട് വരിക, വന്നിട്ട് ന്യായമായ വില മാത്രമേ. എല്ലാം ഇത് റയർ ആയിട്ടുള്ള പണ്ടൊക്കെ എല്ലാവരും വീട്ടിലുണ്ട്, പക്ഷേ ഇപ്പോഴും ഇത് റയർ ആണല്ലേ. കൊല കുത്തി നിൽക്കുക, അത് ബഡാണ്. നമ്മുടെ റെഡ് മുസാണ്ടയാണ്, റെഡ് കളർ. അതെ. ഇതൊക്കെ മുമ്പ് എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നഴ്സറിയിൽ അധികാരം സെയിലിന് കാണാറില്ല. പഴയ നേരത്തെ വീടുകളിലെല്ലാം പണ്ടുണ്ടായിരുന്നു. അതെ, അതിന്റെ ആവശ്യക്കാര്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ലാവൻഡർ എന്ന് പറയും, ഡബിൾ കളറാണ്. ഇതിന് നല്ല മണമാണ്. ഇത് ആൾക്കാർക്ക് അറിയാം, സൺഡേ മൺഡേ എന്നൊക്കെ പറയും. ഇതിന്റെ വേരിയേറ്റഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് കണ്ടില്ല, ഇതിന്റെ വേരിയേറ്റഡ് ഇരിക്കുന്നുണ്ട്. ഇലയ്ക്ക് വ്യത്യാസമാണ്. ചെറിയ പ്ലാന്റും ഉണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. നല്ല ശരിക്കും സീസൺ ഇല്ലാതെ ഫ്ലവർ ഇടുന്നത്. ഇത് ഓൾറെഡി ഞാൻ ലെമണിൻ്റെ കാര്യം പറഞ്ഞില്ല. ഇത് ഓൾറെഡി സീഡ്ലെസ് ലെമണാണ്. നമുക്ക് ലെമൺ ഒരു 3-4 വെറൈറ്റി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് സീഡ്ലെസ് ലെമണാണ്. ഇത് ഓൾറെഡി ചട്ടിക്കകത്ത് നല്ല ട്രമ്മിനകത്ത് കായ്ച്ചു നിൽക്കുക. ഇത് അപ്പോൾ ഒത്തിരി ഹെൽത്തി പ്ലാന്റുകളാണ്. ഇതിപ്പം ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് ഓൾറെഡി ഫുൾ നാരങ്ങയാണ്. ഇത് കണ്ടില്ല, ഇത് കാണാൻ പറ്റും. നിറച്ച് നാരങ്ങയായിട്ട് നിൽക്കുകയാണ്. സീഡ്ലെസ് ലെമണാണ്. ഒരു അരി പോലും ഇതിനകത്ത് കാണത്തില്ല. നമ്മൾ ഓൾറെഡി പിന്നെ നമുക്ക് ട്രമ്മിൻ്റെ തന്നെ നല്ലൊരു ശേഖരം ഇവിടെ ഉണ്ട്. നമ്മൾ നഴ്സറി ആവശ്യത്തിനായിട്ട് നമ്മൾ സെറ്റിങ്ങിന് വേണ്ടി വെച്ചേക്കുന്ന ട്രമ്മാണിത്. ഇപ്പോൾ നമുക്കിവിടെ ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ ഹെൽത്തി പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ട്രമ്മിനകത്ത് ഒരു ചെറിയ പ്രൈസ് ഇട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. ഒരുപാട് നഴ്സറി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഒരു നഴ്സറി മൊത്തത്തിൽ. തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു ഇതിനകത്തുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ഹെൽത്തി പ്ലാന്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. കാര്യം ആൾക്കാർ കൊണ്ടുപോകുന്നവർക്ക് തീർച്ചയായിട്ടും ഇത്രയും വലിയ പ്ലാന്റുകളുമാണ്, തീർച്ചയായിട്ടും പ്രയോജനപ്രദമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ബ്രേക്ക് എന്ന് പറഞ്ഞല്ലോ, ഈ ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് ഇതിലേക്ക് തന്നെ വരാൻ ഉദ്ദേശമുണ്ടോ? എങ്ങനെയാണ്? തൽക്കാലം ഇല്ല. കാരണം ഞങ്ങൾ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരാൾ പോലും നഷ്ടത്തിൽ പോകാൻ പാടില്ല. നമ്മൾ കൃഷിമിത്ര ആയിരുന്നു നമ്മുടെ തുടക്കം. നമ്മുടെ പ്രൊമോട്ടർ തീർച്ചയായിട്ടും കൃഷിമിത്ര ആയിരുന്നു. അവരോട് തീർച്ചയായിട്ടും നമ്മളൊരു കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരെ തന്നെ വിളിച്ചത്. എനിക്കെന്താ ഈ നഴ്സറി താല്പര്യം അറിയാമോ? ഒരുപാട് പേര് കമന്റ് അയച്ച് ചോദിക്കുമായിരുന്നു, ഒരു പ്ലാന്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നഴ്സറിക്കാരും അയച്ചു തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്താണ് ഇദ്ദേഹം വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിച്ചത്. എന്നിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് നിങ്ങൾ ഏത് വെറൈറ്റി ഏതെങ്കിലും ഒരു സിംഗിൾ പ്ലാന്റ് ആയാൽ പോലും നിങ്ങളുടെ വീട്ടിലേക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നു. ഒരുപാട് ആ വീഡിയോ കണ്ടായിരുന്നു. നല്ല റീച്ച് കയറി, നമുക്ക് അത്യാവശ്യം നല്ല സെയിലുമായിരുന്നു. നമ്മളെ ഇത്രയും പ്രേക്ഷകരുടെ മുന്നിൽ അറിയപ്പെടുന്നവരാക്കി തീർച്ചയായിട്ടും കൃഷിമിത്രയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനോട് കടപ്പാടും നന്ദിയുണ്ട്. ഞങ്ങളോട് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരോട് ഒരുപാട് പേര് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ കൃഷിയിലേക്ക് വരും. പക്ഷേ തൽക്കാലം ചെറിയ ബ്രേക്ക് എടുത്തുകൊണ്ട് നമ്മൾ പൂർവാധി ശക്തിയോടെ നമ്മൾ തിരിച്ചു വരും. പക്ഷേ തൽക്കാലം നമ്മൾ ബ്രേക്ക് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അത് നമുക്കത് ഇട്ടിട്ട് പോകാനൊരു ബുദ്ധിമുട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇത്രയും ഹെൽത്തി പ്ലാന്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ബ്രേക്ക് എന്ന് പറയുമ്പോൾ റീലൊക്കേഷൻ ഉൾപ്പെടെയാണ് കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബ്രേക്ക് വരുന്നത്. എന്തായാലും അവരെ ഈ ഒരു ഫീൽഡിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തായാലും സമ്മതിക്കില്ല. അപ്പോൾ നഷ്ടത്തിൽ ഇത് ഒഴിവാക്കാനും ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ ആർക്കെങ്കിലും ഞങ്ങൾ പറഞ്ഞ വിലകൾ കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ ഇവിടെ വരുമ്പോഴേക്ക് ഇദ്ദേഹം സംസാരിക്കാം. കടുംപിടുത്തമൊന്നും ഉള്ള മനുഷ്യനല്ല. അപ്പോൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് എല്ലാ
ഫലം വാങ്ങാം അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ കൃഷിയിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കൃഷിയിൽ നിന്ന് വിട്ടുപോകത്തില്ല. അതെ, അത് കൃഷിയിൽ തിരിച്ചു വരുന്നൊരു ചോദ്യം വേണ്ട, തിരിച്ചു വരും. തിരിച്ച് ഉറപ്പായിട്ടും വരും. കൃഷി മേഖലയിൽ നിൽക്കുന്നവരൊരിക്കലും അത് കളഞ്ഞേച്ച് വേറെ മേഖലയിൽ പോകത്തില്ല. അത് നമ്മൾ പൂർവാധി ശക്തിയോടെ നമ്മൾ തിരികെ വരും. അപ്പോൾ അത് നല്ല രീതിയിൽ വരാൻ സാധിക്കട്ടെ. അതിനുള്ള എല്ലാ സപ്പോർട്ടും ആ സമയത്തും വിളിക്കണം, ഞങ്ങൾ കൂടെ ഉണ്ട്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കൂടെ ഉണ്ടാവും. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ ബൈ.